ശ്രീജിത്തെ, പലപ്പോഴും കോൺഗ്രസിൻ്റെ വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇവർക്ക് തന്നെ എന്താ പറയുക നാണക്കേട് ഉണ്ടാകുന്ന തരത്തിലാണ്. നമുക്കറിയാം, പാർലമെൻ്ററി പ്രത്യേക സമ്മേളനം വിളിക്കണം എന്ന് മറ്റേ കോൺഗ്രസ് പറഞ്ഞപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ ശരത് പവാർ പറഞ്ഞു അത് വേണ്ട. അപ്പോൾ ഇവരുടെ ഇടയിലുള്ള ഒരു വിരുദ്ധ അഭിപ്രായങ്ങൾ നേരത്തെ ഉണ്ട്, എപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം തന്നെ മാറ്റുന്ന തരത്തിലുള്ള പോക്കാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ. തീർച്ചയായും അത് കുറച്ച് നാളുകളായി തന്നെ നാം കണ്ടുവരുന്നതാണ്. രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുമായി അത്തരം നിലപാടുകളുമായാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാലത്ത് ഇന്ത്യയിൽ ദേശീയത വളർത്തിയ ആ പാർട്ടിയുടെ പേര് കോൺഗ്രസ് ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്ന പാർട്ടിയുടെ പേര് കോൺഗ്രസ് ആണ്. ഇന്ത്യക്ക് അടിത്തറ നൽകിയ പാർട്ടിയുടെ പേര് കോൺഗ്രസ് ആണ്. ആ രീതിയിൽ തന്നെയാണ് ജനങ്ങളും ആ പാർട്ടിയെ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു 60-70 വർഷത്തോളം ഇന്ത്യ ഭരിച്ച പാർട്ടിയുടെ പേരും കോൺഗ്രസ് ആണ്. ജനങ്ങൾ അതുകൊണ്ടാണ് ആ പാർട്ടിക്ക് ഇത്രയും സ്വീകാര്യത കൊടുത്തത്. ഞങ്ങൾക്ക് അല്ലെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് എല്ലാം നേടിത്തന്ന ഒരു പാർട്ടിയായ കോൺഗ്രസ് പിന്നീട് നാം കാണുന്നത് 90-കൾക്ക് ശേഷം 2000-ന് ശേഷം കാണുന്നത് ഇന്ത്യയിൽ രാജ്യവിരുദ്ധ നിലപാടുകൾ തുടർച്ചയായി എടുക്കുന്ന ഒരു കോൺഗ്രസിനാണ്. പ്രത്യേകിച്ച് സോണിയാഗാന്ധിയുടെ വരവോടുകൂടിയാണ് ഈ കോൺഗ്രസ് ഇങ്ങനെ മാറുന്നത്. ഒരു കാലത്ത് ഉത്തർപ്രദേശും ഗുജറാത്തും മധ്യപ്രദേശും രാജസ്ഥാനും അടക്കമുള്ള എല്ലാ വലിയ സംസ്ഥാനങ്ങളിലെയും അവിടെ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയും കോൺഗ്രസ്സാണ്. ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് പാർട്ടി കടന്നതിന് പിന്നാലെ വലിയ തകർച്ച ഉണ്ടാകുകയും ആ സ്ഥലത്തേക്കെല്ലാം BJP കടന്നു കയറുകയും ചെയ്തത്. അത് ഗുജറാത്ത് പരിശോധിച്ചാൽ അറിയാം, രാജസ്ഥാൻ പരിശോധിച്ചാൽ അറിയാം, മധ്യപ്രദേശും ആ സംസ്ഥാനങ്ങൾ മുഴുവൻ നമുക്ക് മനസ്സിലാകുന്നതാണ്. പ്രത്യേകിച്ച് ഈ സോണിയാഗാന്ധിയുടെ ഭരണകാലത്തും, ഭരണകാലം എന്ന് പറയുമ്പോൾ മൻമോഹൻ സിംഗിന്റെ ഭരണകാലമാണ്, പക്ഷേ അവിടെ പിന്നിൽ നിന്ന് ഭരിച്ചിരുന്നത് എപ്പോഴും സോണിയാഗാന്ധിയാണല്ലോ. അത് സൂചിപ്പിക്കുകയാണെങ്കിൽ ഈ മുംബൈ അറ്റാക്കുമായെല്ലാം ബന്ധപ്പെട്ട സമയങ്ങളിൽ ഉണ്ടായിരുന്നിട്ടുള്ള അങ്ങനെ ആ സമയങ്ങളിൽ തുടർച്ചയായി തന്നെ അറ്റാക്കുകൾ ഉണ്ടാകുമ്പോൾ ഈ ഭീകരവാദികൾക്കെതിരെ നടപടിയെടുക്കാതെ അവർ പറയുന്നത് ഇവിടെ ഹിന്ദു ഭീകരത ഉണ്ടെന്നാണ്. എന്ത് ഹിന്ദു ഭീകരതയാണ്? ഇതെല്ലാം വ്യക്തമായ തെളിവുള്ളതല്ലേ. ഈ മറ്റു രാജ്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്നുമെല്ലാം ഉള്ള ഭീകരവാദികൾ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നു. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിൽ മുസ്ലിം തീവ്രവാദം വളരുന്നു. അങ്ങനെ അവർക്ക് തടയിടില്ല, ആ ഭീകരവാദികളെ പിടികൂടില്ല. കാരണം അതിന് ഭയപ്പാടാണ്. ഈ നമ്മുടെ വോട്ട് ബാങ്ക്, ഈ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് ഈ ന്യൂനപക്ഷമാണ്, ഈ മുസ്ലിങ്ങളാണെന്ന ചിന്ത അവരുടെ മനസ്സിൽ വരുന്നു. മുസ്ലിങ്ങളെ മുസ്ലിങ്ങളായി കാണണം, ഭീകരവാദികളെ ഭീകരവാദികളായി കാണണം. ഇതിപ്പോൾ അവർ സംശയിച്ചത് ഞങ്ങൾ ഈ ഭീകരവാദികൾക്കെതിരെ നടപടിയെടുക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളുടെ വോട്ട് പോകും, അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കാനായി അവിടെ ഹിന്ദു ഭീകരത ഉണ്ട്, ഹിന്ദുത്വ ഭീകരവാദമുണ്ട് എന്ന രീതിയിലുള്ള പല പ്രസ്താവനകളുമുണ്ട്. ഇത്തരം പ്രസ്താവനകളുടെ ഫലമായാണ് നാം കണ്ടത് പല സംസ്ഥാനങ്ങളിലും ഈ പാർട്ടി തുടർച്ചയായി തന്നെ പരാജയപ്പെടുന്നു. ഈ 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യ സുരക്ഷയ്ക്കൊന്നും അവർ വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ല. മുംബൈയിലായാലും ഡൽഹിയിലായാലും ഗുജറാത്തിലായാലും കർണാടകയിലായാലും വിവിധ സ്ഥലങ്ങളിൽ സ്ഫോടന പരമ്പരകളാണ്. ഓരോ ദിവസങ്ങളിലും സ്ഫോടനങ്ങൾ വാർത്തയാകുന്നു. ഇപ്പോൾ മാവോയിസ്റ്റ് അറ്റാക്കുകൾ ചിലപ്പോഴെല്ലാം നാം കേൾക്കാറുണ്ടല്ലോ. അതിന് സമാനമായ രീതിയിലാണ് ഇത്തരം നഗരപ്രദേശങ്ങളിൽ സ്ഫോടനം ഉണ്ടാകുന്നത്. പക്ഷെ അതിനെതിരെ പ്രതികരിക്കാനൊന്നും ഇവർക്ക് സമയമില്ല. ഇവരുടെ സമയം ചിലവഴിച്ചത് എന്തിനു വേണ്ടിയാണ്? ഇത്തരം അഴിമതി കാണിക്കാനാണ്. 2G അടക്കമുള്ള പല അഴിമതികൾ കാണിക്കാൻ വേണ്ടിയുള്ള സമയമായിരുന്നു അവർ കണ്ടെത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്തായാലും അത് തുടരുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന കർണാടകയുമായി ബന്ധപ്പെട്ടാണ്. കർണാടകയിൽ കോൺഗ്രസിൻ്റെ സമൂഹമാധ്യമ അക്കൗണ്ടിലാണ് കാശ്മീരിനെ കുറിച്ച് തെറ്റായ ഭൂപടം അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇവർക്ക് എന്താണ്, ജമ്മു കാശ്മീരിൻ്റെ ഒരു ഭൂപടം പോലും അറിയാത്തവരാണോ അവിടെ ഭരണം നടത്തുന്നത്? കോൺഗ്രസിൻ്റെ ഇപ്പോൾ കർണാടകയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇപ്പോൾ രാജ്യത്ത് പല കലാപങ്ങൾക്ക് സാധ്യതയുള്ള സംസ്ഥാനമായി കർണാടക മാറുകയാണ്. അവിടെ തുടർച്ചയായി കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് നാം മറ്റൊരു കാര്യം പരിശോധിക്കേണ്ടത്, മലയാളികൾ വലിയ രീതിയിൽ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണല്ലോ ഈ കർണാടക. കർണാടകയിൽ ഈ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ രീതിയിൽ മലയാളികൾക്കെതിരെ വലിയ രീതിയിൽ ആക്രമണം വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ പെഹൽഗാമിൽ അക്രമവുമായി ബന്ധപ്പെട്ട് ഈ പാകിസ്ഥാൻ തന്നെ ഷെയർ ചെയ്ത ഒരു അക്കൗണ്ട് ഉണ്ട്. അത് കോൺഗ്രസിന്റെ അക്കൗണ്ടാണ്. അത് കേരളത്തിൽ നിന്നുള്ള ഒരു അക്കൗണ്ടാണ്. അവർ പറയുന്നത് പെഹൽഗാമുമായി ബന്ധപ്പെട്ട് നമുക്ക് സുരക്ഷാ വീഴ്ച ഉണ്ടായതാണ് ആ പോസ്റ്റ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി തന്നെ രാജ്യത്തിന് പുറത്തെത്തി ഇത്തരം രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നത് പതിവായിരിക്കുകയാണ്. ഈ പഹൽഗാം ആക്രമണവും അതോടൊപ്പം തന്നെ മുൻപ് നടന്ന പുൽവാമ
ആക്രമണവുമായെല്ലാം ബന്ധപ്പെട്ട് ഇവർ സൂചിപ്പിക്കുന്നത് ഇതിന് പിന്നിലെല്ലാം BJP ആണ്, BJP-യുടെ ലക്ഷ്യം ഇലക്ഷനുകളാണ്, തെരഞ്ഞെടുപ്പ് ലക്ഷ്യം കണ്ടാണ് BJP ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നതെന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നതും അവരുടെ പ്രവർത്തകരുടെ എല്ലാം മനസ്സിലുള്ളത്. പക്ഷേ അതിലിപ്പോൾ ഏറ്റവും അവസാനം ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. ഈ പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി ഇന്ത്യ വലിയ തിരിച്ചടി നൽകിയല്ലോ. അപ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വാർത്താ സമ്മേളനമുണ്ടായി. ആ വാർത്താ സമ്മേളനത്തിൽ അവർ കൃത്യമായി പറയുകയാണ്, പുൽവാമ നടത്തിയത് ഞങ്ങളാണ്, ആ തീരുമാനം ശരിയായിരുന്നു എന്ന് പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഇനി കോൺഗ്രസ്സുകാർ അത് വിശ്വസിച്ചിരിക്കുമോ എന്ന്, ഇനി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് ജയിക്കാനായെന്നാണ് ഇപ്പോഴും അവർ വിശ്വസിക്കുന്നത്. ഇനി പാകിസ്ഥാനിൽ നിന്നുള്ള അവർ തന്നെ സമ്മതിച്ചിട്ടോ ഞങ്ങളാണ് ആക്രമണത്തിന്, ഇനിയെങ്കിലും അവർ വിശ്വസിക്കണം. ആ രീതിയിലാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ മുന്നോട്ട് പോകുന്നത്. ദേശീയതയെ ഉണർത്തി അവർ മുന്നോട്ട് പോയില്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതിനേക്കാൾ വലിയ തിരിച്ചടിയായിരിക്കും ആ പാർട്ടിയെ നേരിടാൻ പോകുന്നത്. പ്രത്യേകിച്ച് AAP എന്ന പാർട്ടി എത്രത്തോളം പരാജയപ്പെട്ടാലും കോൺഗ്രസിനെ വിഴുങ്ങാനായി അവർ ഏത് സമയവും കാത്തിരിക്കുകയാണ്. അത് നാം ഡൽഹിയിൽ കണ്ടതാണ്. ഡൽഹിയിൽ തുടർച്ചയായി 3 തവണ അധികാരത്തിൽ വന്നിരുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. അങ്ങനെ കോൺഗ്രസിനെ വിഴുങ്ങിക്കൊണ്ടാണ് അവിടെ AAP അധികാരത്തിൽ വരുന്നത്. മറ്റൊരു സംസ്ഥാനം പഞ്ചാബാണ്. പഞ്ചാബ് അവിടെ ഭരിച്ചിരുന്ന പാർട്ടിയുടെ പേര് കോൺഗ്രസ് ആണ്. അങ്ങനെ പഞ്ചാബിൽ കോൺഗ്രസിനെ വിഴുങ്ങിക്കൊണ്ടാണ് അവിടെ AAP അധികാരത്തിൽ വന്നത്. ഗുജറാത്തിൽ പ്രതിപക്ഷ പാർട്ടിയായിരുന്നത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിനെ വിഴുങ്ങിക്കൊണ്ടാണ് AAP അവിടെ പ്രതിപക്ഷം ആ രീതിയിലേക്ക് ശക്തിപ്പെടുന്നത്. അങ്ങനെ ഇത്തരം ദേശീയത ഉണർത്താതെ ദേശീയതയ്ക്കെതിരായി സംസാരിച്ചു കൊണ്ടിരുന്നാൽ അത് BJP-ക്കും ഗുണം ചെയ്യും, AAP-ക്കും ഗുണം ചെയ്യും. മോദി തന്നെ പറയുന്നുണ്ട് കോൺഗ്രസ് ഇങ്ങനെ അവരുടെ തന്നെ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത്തരത്തിലുള്ള രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയരുത് എന്നുള്ള തരത്തിൽ മോദി തന്നെ പറയുന്നുണ്ട്. അത് ശരിയല്ല, എത്രത്തോളം ശരിയാണെന്ന് മോദി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത് നമ്മുടെ രാജ്യവിരുദ്ധ പ്രസ്താവനകളല്ലല്ലോ നടത്തുന്നത്. ഇപ്പോൾ ഒരു സമയത്ത് ഒരു പ്രശ്നമുണ്ട്. ഇപ്പം കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഇത്തരത്തിലുള്ള എത്രയോ തീവ്രവാദി ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ടാവുന്നതല്ല, ഇത് പുറം രാജ്യങ്ങളിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ നേരിടുന്നതാണ്. അപ്പം ആ ഒരു സന്ദർഭത്തിൽ രാജ്യത്തിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. എന്തായാലും ആ ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ സൈബർ ടീം, എനിക്കൊന്ന് കേരള കോൺഗ്രസ് സൈബർ ടീം എന്താണെന്ന് തോന്നുന്നു അത്തരത്തിൽ ട്വീറ്റ് ചെയ്തത്, അത് ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ എടുത്ത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നീട് എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഈ ഒരു സംഘർഷമൊക്കെ അവസാനിച്ച ഘട്ടത്തിൽ പിന്നെയും ഓരോന്ന് ഇങ്ങനെ പൊങ്ങി തുടങ്ങിയാണ്. അത് ഒരു എന്താ പറയുന്നത്, രാജ്യവിരുദ്ധത തന്നെയാണ്. മറ്റെന്തെല്ലാം ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിക്കാൻ, ഇപ്പം മോദി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും തിരിച്ചടികൾ കിട്ടിയിട്ടുള്ളത്, അതൊക്കെ രാജ്യത്തിനകത്തുള്ളതാണ് എടുത്ത് പ്രയോഗിക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെയൊക്കെ ഇത് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇന്ത്യയുടെ ഭൂപടം തന്നെ മാറ്റുക എന്ന് പറയുന്നത് രാജ്യവിരുദ്ധ സംഗതിയാണ്. നമ്മുടെ രാജ്യത്തിനെ നാണം കെടുത്തുന്ന സംഗതിയാണ് ഇതിലെ പാർട്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ടെന്ന് തോന്നുന്നു ഇത് അബദ്ധത്തിൽ എന്തോ പറ്റിപ്പോയതാന്ന്. ഈ ഓരോ കാര്യങ്ങളും ചെയ്തിട്ട് പിന്നെ അബദ്ധം പറ്റി, ഞങ്ങൾക്ക് അങ്ങനെ പറ്റിപ്പോയി, അതെങ്ങനെ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും അവർ പിന്നീട് ആ ക്ഷമാപണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊരു ഏകീകരണം ഇല്ല ശ്രീത്ത്. എന്ന് വെച്ചാൽ ഇവരിൽ ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു അവസ്ഥയുണ്ടല്ലോ, ആരോട് ചോദിക്കണം എന്ത് ചോദിക്കണോ അറിയാൻ വയ്യാത്ത ഒരവസ്ഥ. ഇതിപ്പോൾ കോൺഗ്രസ്സിൽ ഒരു ഏകീകൃതവും ഇല്ല. ഇപ്പോൾ ഈ പറഞ്ഞ ഹൈക്കമ്മീഷൻ എന്ന് പറഞ്ഞാലും ഇവരുടെ പല നേതാക്കന്മാരും ഇവർക്ക് തോന്നിയ മാസം പോലെയാണ് അവർ കഴിയുന്നത്. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് പോലും അറിയത്തില്ല. അപ്പോൾ ഈ ഒരു പാർട്ടിയെ ഒന്ന് പണ്ട് കാലത്ത് ഒരു പക്ഷേ രാജീവ് ഗാന്ധിയോ അല്ലെ അതിന് മുമ്പുള്ളവരൊക്കെ ഇന്ദിരാഗാന്ധിയുടെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പവർ ഇവർക്കില്ല. ശ്രീത്ത് ആദ്യം പറഞ്ഞതുപോലെ ഇൻ്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും വില കൽപ്പിക്കുന്ന ഒരു പാർട്ടിയാണ്. പിന്നീടാണ് ബാക്കി BJP പോലുള്ള പാർട്ടികൾ പോലും രൂപപ്പെട്ടു വന്നത്. അപ്പം ജനങ്ങളുടെ ഇടയിൽ അത്രയും സ്വാധീനം അവർക്കുണ്ട്, സ്വീകാര്യതയുണ്ട്. ഒരു 90, 70, 80 കാലഘട്ടത്തിലൊക്കെ BJP വരില്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ് കോൺഗ്രസ് അധികാരം. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യം പോലും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഈ പറഞ്ഞതുപോലെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധിയൊക്കെ അവരുടെ ഒരു നിയന്ത്രണത്തിലായപ്പോഴേ ഇവർക്കിത് നിയന്ത്രിക്കാൻ ഒരു കഴിവില്ല. അതുകൊണ്ടാണ് ഈ പാർട്ടിയിൽ നിന്ന് തന്നെ പലരും അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. അവസാനം 2 തവണ ഇപ്പോൾ മോദി സർക്കാർ അധികാരമേറ്റുന്ന കേരളത്തിലെ സ്ഥിതി അതിനേക്കാളും കഷ്ടം. അപ്പോൾ ഈ ഒരു എന്താ പറയുക, കെട്ടുപിണഞ്ഞ് കിടക്കുവാണ് ഇവരുടെ പ്രശ്നങ്ങളെല്ലാം. ഇനി ഇത് ഒന്നേന്ന് ഓരോ ചരട് നൂലഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർ വേണം ഇവരെ നിയന്ത്രിക്കാൻ. അതില്ലാത്തിടത്തോളം കാലം ഈ പാർട്ടി ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും.